സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം അറിയിക്കുന്നു. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 66 വാക്യം 13. അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങൾ യെരുശലേമിൽ ആശ്വാസം പ്രാപിക്കും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 66 അധ്യായം 13 വാക്യത്തിൽ നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവ വാഗ്ദാനമാണ് നാം വായിച്ചു കേൾക്കുവാനിടയായത്. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് തൻ്റെ മക്കളെ അഥവാ ദൈവജനത്തെ ആശ്വസിപ്പിക്കുക എന്നുള്ളത്. എങ്ങനെയാണ് ദൈവം തൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുന്നത് എന്നുകൂടി ഇവിടെ ഒരു ഉപമയിലൂടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു പെറ്റമ്മ തൻ്റെ കുഞ്ഞിനെ എപ്രകാരം ആശ്വസിപ്പിക്കുന്നുവോ അതുപോലെ ദൈവം തൻ്റെ മക്കളെ അവരുടെ കഷ്ടങ്ങളിൽ, അവരുടെ ശോധനകളിൽ, അവരുടെ പരീക്ഷകളിൽ, അവരുടെ വേദനകളിൽ, അവരുടെ രോഗങ്ങളിൽ, അവരുടെ ഭാരങ്ങളിൽ, അവരുടെ പ്രതിസന്ധികളിൽ, അവരുടെ ബുദ്ധിമുട്ടുകളിൽ, അവരുടെ പ്രശ്നസങ്കീർണമായ ജീവിത പ്രയാണത്തിൻ്റെ മധ്യേ ഉണ്ടാകുന്ന നഷ്ട ശോധനകളിൽ ദൈവം ഒരമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഓരോ ദൈവ പൈതലിനെ ആശ്വസിപ്പിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഒരമ്മയുടെ ആശ്വസിപ്പിക്കുന്ന കരുത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നത് പാതിരയാക്കി ഞെട്ടി ഉണർന്ന് കരയുന്ന ഒരു പൈതൽ. അർദ്ധരാത്രിയാണ് ഈ പൈതൽ ഞെട്ടി ഉണർന്ന് കരയുന്നത്. ആ പൈതലിൻ്റെ അമ്മ ഉടനെ ആ കുഞ്ഞിനെ എടുത്ത് ആശ്വസിപ്പിക്കുകയാണ്. ആ കുഞ്ഞിന് ആവശ്യമായതൊക്കെ നൽകുന്നതാണ്. എല്ലാറ്റിനുപരിയായി ആ കുഞ്ഞിന് ആ അമ്മയുടെ കടാക്ഷം അതാണ് ലഭിക്കുന്നത്. ഞെട്ടി ഉണർന്ന് കരയുന്ന ആ പൈതലിനെ അമ്മ തൻ്റെ കരങ്ങളിൽ വാരിയെടുക്കുമ്പോൾ തന്നെ ആ പൈതലിന് ആശ്വാസം ലഭിക്കുന്നു. തുടർന്ന് ആ അമ്മയുടെ താരാട്ടുപാട്ട് അത് കേട്ട് അത് ആശ്വാസം പ്രാപിക്കുന്നു. അതിൻ്റെ ആവശ്യം മനസ്സിലാക്കിയ അമ്മ കുഞ്ഞിന് എന്താണ് ആവശ്യമായിരിക്കുന്നത് അത് നൽകുന്നു. ഉടനെ കുഞ്ഞ് വീണ്ടും ഉറക്കത്തിലേക്ക് പോവുകയാണ് ആശ്വാസത്തോടെ. ഈ അമ്മയുടെ കടാക്ഷം, ഈ അമ്മയുടെ കുഞ്ഞിനെ ആശ്വസിപ്പിക്കൽ, ഇതുപോലെ ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്നു എന്നാണ് നാം വായിച്ചു കേട്ട യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 66:13 പറയുന്നത്. നമ്മുടെ ജീവിത പ്രയാണമധ്യേ ഒരു കുഞ്ഞ് ഞെട്ടി ഉണർന്ന് കരയുന്നത് പോലെ പല പ്രതിസന്ധികളുടെ മധ്യേ നമുക്കും കരയുന്ന, വേദനിക്കുന്ന, മുറിവേൽക്കുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സന്ദർഭങ്ങൾ വരാം. അവിടെ നാം ഓർക്കുവാനുള്ളത് ആ സർവശക്തനായ ദൈവത്തിൻ്റെ ആശ്വസിപ്പിക്കുന്ന കരത്തെയാണ്. ആ ദൈവകരം, ആ ദൈവത്തിൻ്റെ കടാക്ഷം നമ്മെ ഏത് സാഹചര്യങ്ങളിലും സാന്ത്വനം നൽകി
സമാശ്വസിപ്പിക്കുന്നതാണ്. ആമേൻ. ആമേൻ.